വാവ സുരേഷിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലെ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാവ സുരേഷിനെ കുറിച്ച് എത്തിയ വാർത്ത ഒരു മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം ചികിത്സയിലാണ് എന്ന വാർത്തയാണ്. ചികിത്സയിലായിരുന്ന വാവ സുരേഷ് ആശുപത്രി വിട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന ആരോഗ്യനില പരിശോധിച്ച ശേഷമാണ് ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ വാവ സുരേഷ് ആശുപത്രി വിട്ടു. ഇത് തന്റെ രണ്ടാം ജന്മമാണെന്നാണ് വാവ സുരേഷ് പറയുന്നത്. തനിക്ക് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും മികച്ച ചികിത്സയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ലഭിച്ചതെന്നും വാവ സുരേഷ് പറഞ്ഞു. അതേസമയം പാമ്പ് പിടുത്തം തുടരുമെന്നും വാവ സുരേഷ് പറഞ്ഞിട്ടുണ്ട്. വാവ സുരേഷിന് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ. വാവ സുരേഷ് ഒരുപാട് സ്ഥലങ്ങളിൽ പാമ്പിനെ പിടിക്കാൻ പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ വാവ സുരേഷിന്റെ നിറത്തോടും ഈ ജോലിയോടുമുള്ള അവഗണന പച്ചയായ രീതിയിൽ പല ആളുകളും കാണിച്ചിട്ടുള്ളതായി വാവ സുരേഷ് പറയാറുണ്ട്. അതെല്ലാം തനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം ഈ ഈ കാണിച്ച ആളുകൾ തന്നെ വിളിച്ചത് തിരുത്തിയ സംഭവങ്ങളും വാവ സുരേഷ് പറയുന്നുണ്ട്. ശ്രീകാര്യം സ്വദേശിയാണ് വാവ സുരേഷ്. വിഷപ്പാമ്പുകളെ ഏറ്റവും പേടിയോടെ മാത്രം കണ്ടിരുന്ന കാലത്ത് നിന്ന് പാമ്പുകളെ ഭീതി കൂടാതെ കാണാൻ മലയാളിയെ പ്രേരിപ്പിച്ചത് വാവ സുരേഷ് ആയിരുന്നു. 35 വർഷത്തിലധികമായി പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയിട്ട്. അതും സ്വന്തം വാഹനത്തിൽ എല്ലാ ചിലവും സ്വയം വഹിച്ച് സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തും ഓടിയെത്തുന്ന വാവ സുരേഷ് ഒരുപാട് വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വാവ സുരേഷ് തന്റെ മരണം എപ്പോഴാണെന്ന് തനിക്ക് വ്യക്തമായി അറിയാമെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, പല ആളുകളും തനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരാൻ പോലും മടിച്ചിട്ടുണ്ടെന്നാണ് വാവ സുരേഷ് വേദനയോടെ പറയുന്നത്. തന്റെ കൈ കണ്ടിട്ടും തന്റെ തൊലി ഒരുപാട് പാമ്പ് കുത്തിയതും ഒരുപാട് അപകടങ്ങൾ ഉണ്ടായ ഒരു ശരീരമാണ് വാവ സുരേഷിൻ്റെത്. ഒരുപാട് പേരെ രക്ഷിക്കാനും ഒരുപാട് പാമ്പുകളെ പിടിക്കാനൊക്കെ ശ്രമിച്ചതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തവണ കൈകളിൽ കുത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ബാക്കി പത്രമായി ആ വിരലുകളും കൈകളും ഒക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. എന്നാൽ അദ്ദേഹം ചെയ്യുന്ന ജോലി അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ളതല്ല നോക്കുന്നത്. അദ്ദേഹത്തിന്റെ കൈ കണ്ട് ഷേക്ക് ഹാൻഡ് ചെയ്യാൻ മടിച്ച ആളുകൾ വരെ ഉണ്ട്. പാമ്പ് പിടുത്തം ലഹരിയാണെങ്കിലും അത് കാരണം ബാധ്യതകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ ബാത്റൂമിലെ വെള്ളം കപ്പിൽ കൊണ്ട് നൽകിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, തന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ വീട്ടിൽ തിരുവോണത്തിന് പോയപ്പോൾ തനിക്ക് പായസം തരാൻ സുഹൃത്ത് ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങാൻ പോയതും അത് കുടിച്ചിട്ട് ഗ്ലാസ് കളയാതെ മടക്കി തന്റെ പോക്കറ്റിൽ വെച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്നും ഭാവ സുരേഷ് പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു വലിയ വേദന നൽകുന്ന സംഭവങ്ങൾ തന്നെയാണ്. കുറേ വർഷങ്ങളായി ഞാൻ തിരുവോണത്തിന് സദ്യ കഴിക്കുന്നത് തിരുവനന്തപുരത്തെ ആനന്ദ നിലയം എന്ന അനാഥ മന്ദിരത്തിലാണ്. ഒരു വർഷം എൻ്റെ സുഹൃത്ത് തിരുവോണത്തിന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായി വിളിച്ചു. ഞാൻ പായസം മാത്രം കുടിക്കാമെന്ന് പറഞ്ഞു. സുഹൃത്ത് എന്നെ വീടിന്റെ വരാന്തയിൽ ഇരുത്തി പായസം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ 3/4 മണിക്കൂറോളം കാത്തിരുന്നു. ആരെയും കണ്ടില്ല. ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ളവരെല്ലാം നിൽക്കുന്നത് കണ്ടു. അടുക്കളയിൽ നിറയെ ഗ്ലാസുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. സുഹൃത്തിന്റെ മകൻ അടുക്കള വശം വഴി ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവരുന്നതും ഞാൻ കണ്ടു. ഞാനത് കുടിച്ചു. ശേഷം ആ ഗ്ലാസ് മടക്കി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയാണ് കളഞ്ഞത്. ഇതെല്ലാം ആളുകളുടെ ഇടുങ്ങിയ മനസ്സുകൊണ്ടാണെന്നും വാവ സുരേഷ് പറയുന്നുണ്ട്.